വിക്കി 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 ബാബു വിക്കി വായോ ബാ ആ വേഗം കഴിച്ചോ ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് മണിക്കൂറൊന്നായി. ആദ്യം നീ എവിടെയാ? സമയം എത്രയാന്നറിയോ? എന്റെ അമ്മ എത്തിന്ന് പറഞ്ഞില്ലേ? എത്തിയാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ പുറത്ത് കിടക്കേണ്ടി വരും കേട്ടോ. ചുമ്മാ തമാശ കളിക്കല്ലേ? എത്തി ആന്റി. ആ മോളായിരുന്നോ? ബാ. പുളിമാവുണ്ടോ ആന്റി? ആ ബാ. അവൻ വന്നില്ലേ? 1 മണിക്കൂറായി. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. പുതിയ ജോലിയും കൂട്ടുകാരൊക്കെ ആയപ്പോ പുതിയ ശീലങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാത്തിനും ദേഷ്യ. ഏയ് ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. അവന്റെ ഒരു നേച്ചർ അറിയാലോ. ആ അവൻ വന്ന് ഞാൻ നോക്കട്ടെ. ആ എന്റെ അമ്മ അമ്മയടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ല, വീടിന്റെ ഫ്രണ്ട് വെച്ച് പട്ടിക്ക് ഫുഡ് കൊടുക്കരുതെന്ന്. ഇനി നാളെ നാറിയിട്ട് പാടില്ലായിരിക്കും. എന്തായാലും നിന്നേക്കാൾ സ്നേഹമുണ്ട് അതിന്. നീ എവിടെയായിരുന്നടാ ഇതുവരെ? സമയം എത്രയെന്നറിയോ? ഓഫീസിൽ നിന്ന് എപ്പോ ഇറങ്ങിയതാ? എന്റെ അമ്മ വന്ന് കേറി തന്നെ വെറുപ്പിക്കല്ലേ. നാളത്തേക്കുള്ള പുട്ടുപൊടി വാങ്ങിച്ചോടാ. മറന്ന് നാളെ കൈ കഴിയിട്ട് വന്നിരുന്നോട്ടാ നീ. എന്റെ അമ്മ ഇനിയിപ്പൊ അതി പിടിച്ച് തുടങ്ങണ്ട. നാളെ ചോറുണ്ടാക്കണില്ലേ, അത് മതി. നീ ഇങ്ങ് തിരിഞ്ഞാ മതി. നീ ഇന്ന് കുടിച്ചോ? ഇങ്ങ് തിരിയാൻ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുടിക്കരുതെന്ന്. അമ്മ മെല്ലെ പറ, ആൾക്കാരൊക്കെ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നീ അച്ഛന്റെ കാര്യം മറന്നുപോയാ ആദി? അമ്മയ്ക്ക് അവരെ പണിയൊന്നുമില്ലേ? ചുമ്മാ വീട്ടിൽ കയറി നാളെ പ്രാന്താക്ക. എന്തെങ്കിലും ചെയ്. എന്നാ ഞാനും പോവാ. ആന്റി അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ആ മോളെ, ഞാൻ നിന്നെ എപ്പോ തൊട്ട് വിളിക്കുന്നാടാ? നിനക്ക് വൈകുമെന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇത് 10 മിനിറ്റ് എന്ന് പറഞ്ഞ് എത്ര നേരെ കാത്തിരിക്കുന്നത്? എന്റെ അമ്മ കൊച്ചു കുട്ടി വല്ലവണ് അങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ ഇങ്ങോട്ടാണല്ലേ വരണത്. ഇതൊരു മാതിരി ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. എടാ നിനക്കറിയാൻ പാടില്ല എനിക്ക് മരുന്നുള്ളതാന്ന്. അത് കഴിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞെന്നെ കാത്തിരിക്കാനായിട്ട്. അമ്മയ്ക്ക് ശേഷം നമ്മ എടുത്ത് കഴിക്കണം. അതുകൊണ്ട് ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ വിളിച്ചോണ്ടിരുന്നിട്ട്. എനിക്ക് 10-28 വയസ്സായി. അതുകൊണ്ട് ഞാൻ പഴയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചല്ല. എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 28 വയസ്സിന്റെ കണക്കൊന്നും പറയല്ലേ. 28 വയസ്സിന്റെ പ്രാപ്തി നിനക്കായോ? ഓ എന്തൊരു അവസ്ഥയാണിത്. മടുത്തു എനിക്കിവിടെ. ഞാൻ മുംബൈക്ക് ചെന്നൈക്ക് ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ ആലോചിക്കുക. പിന്നെ ഒന്നും കേക്കണ്ടല്ലോ. നീ പൊയ്ക്കോടാ. നിന്നെ ആരാ ഇവിടെ പിടിച്ചു വെച്ചേക്കണേ? നീ പൊയ്ക്കോ. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷേ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഉണ്ടായിരുന്നത്. ആ ഇതാണ് അവസ്ഥയെങ്കിൽ ഞാനും പോകും. അത്ര തന്നെ. നീ പൊയ്ക്കോന്നേ. ആദി, ആദി, എടാ നീ ഇന്ന് പോണ്ടോ? എടാ സമയം 8 മണിയായിട്ടോ. ഞാൻ ഇന്ന് നിന്നെ വിളിക്കില്ല. നിനക്ക് പോവാൻ സമയമായില്ലേ ആദി? ആദി, ഈ തല ഉറങ്ങാൻ സമ്മതിക്കില്ല. ഭ്രാന്ത്. ഈ ചെറുക്കൻ എന്തേലും ചെയ്. അല്ല പിന്നെ നിന്നെ വേണു വിളിച്ചായിരുന്നോ? എന്നാരും വിളിച്ചൊന്നുമില്ല. എന്താ കാര്യം? എടാ സിനിനെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നാ പറഞ്ഞേ. എടാ വേണുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെയാ? പെണ്ണുങ്ങൾ ആരെങ്കിലും വേണ്ടേ? എന്നോട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചവൻ. ആ ഒരു കുഴപ്പമില്ല, പോയിട്ട് വാ. അപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ? ഞാൻ പറഞ്ഞില്ലേ, പോയിട്ട് വാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മെല്ലെ വന്നാ മതി. എടാ കൂടിപ്പോയ 3 ദിവസം. നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ ചൂടാക്കി കഴിച്ചാൽ മതി കേട്ടോ. സീനില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എടാ വിക്കിക്ക് ഭക്ഷണം കൊടുക്കണേ. ശരി ശരി. ഡാ ദൈവമേ, 3 ദിവസം പൊളിക്കും ഞാൻ. ഹലോ. അളിയാ, 3 ദിവസത്തേക്ക് വീട്ടിലാരും ഉണ്ടാവില്ല.
നമുക്ക് ഉപ്പിരുത്താലോ? എടാ ഞാൻ വീട്ടുകാരുമായിട്ട് മൂന്നാർ പോയിക്കൊണ്ടിരിക്കുക. നിനക്കിത് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്ന കോപ്പേ. എടാ ഞാൻ ഈ കാര്യം ഇപ്പഴാ അറിഞ്ഞേ. പക്ഷേ നീ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളറായിരുന്നു. ഞാൻ എന്തായാലും വരാൻ 3 ദിവസം എടുക്കും. തൽക്കാലം നീ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യൂട്ടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തേലൊക്കെ ആവട്ടെ, ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്. അമ്മ, അമ്മ ചായ. അയ്യോ, 9 മണി. നീ ഇന്ന് പോകുന്നില്ലേ? ഓ, ടൈമായല്ലേ? ഓ, കറക്റ്റ് ടൈമിൽ ഇറങ്ങുന്ന ആളാണല്ലോ. പോണം.
ഇതെന്താ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചായയോ? തണുത്ത് മരവിച്ചിരിക്കണ്ടല്ലോ. എന്റെ മോനെ എത്ര വട്ടം വെച്ചാ ചൂടാക്കുന്നേ? നീ കുളിക്കാൻ കയറിയപ്പോ ഞാൻ ചൂടാക്കി വെച്ചതാ. നീ ബാത്റൂമിൽ കയറി ഫോൺ കുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറൊന്നായി. അപ്പൊ പിന്നെ ഈ ചൂടി കുടിച്ചാ മതി കേട്ടോ. അല്ലത് രാവിലത്തെ ഉപ്മാവല്ലേ? അപ്പം വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല? എടാ നീ രാവിലെ കഴിക്കാണ്ടല്ലേ പോയത്? അപ്പൊ പിന്നെ ഇത് കളയാൻ പറ്റുമോ? അത് നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോട്ടോ. എനിക്കിനി ചൂടാക്കാനും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അമ്മയ്ക്കോടെ വേറെ എന്താ പണി? രാവിലത്തോട് ചുമ്മാ ഇരിക്കല്ലേ? എന്നാ പിന്നെ വായിക്ക് രുചിയുള്ള പോലെ ഉണ്ടാക്കി വെച്ചോടെ അമ്മ. ആടാ ഞാനേ രാവിലെ തൊട്ട് ഇവിടെ ചുമ്മാ ഇരിക്കുക. നീ ഒരു ദിവസം ഇവിടുത്തെ പണി മുഴുവൻ ചെയ്തു അപ്പ അറിയാം. മതി, നിർത്തി രാമായണം. അച്ഛനെ സമ്മതിക്കണം. കാര്യം ഒരു മീൻ വറുത്ത് പറഞ്ഞിട്ട് എത്ര നേരമായി? ഇതൊന്നും ആയില്ലേ? ഇതാ വരുന്നടാ. ഇതെന്തൊരു എരിവത്? ഒന്ന് കുറച്ചുണ്ടായിക്കോടെ. നിനക്ക് എരിവ് കൂടിയ പ്രശ്നം കുറഞ്ഞ പ്രശ്നം. എന്നാ നീ തന്നെ വന്നുണ്ടാക്കടാ. അപ്പൊ പിന്നെ പരാതി ഉണ്ടാവില്ലല്ലോ. വിക്കി, വിക്കി, ബാബു, വിക്കി. ഹലോ, എന്താടാ? അമ്മ ഇതാ എവിടെയാ? ആശുപത്രിയില്. എന്താടാ, എന്തു പറ്റി? അല്ല, നമ്മുടെ മൊബൈലിൽ നിന്ന് ബാലൻസ് ഇല്ലേ? ഇതുവരെയായിട്ടും കോളം ചെയ്തില്ലല്ലോ. ഓ അതോ, ഒന്നും പറയണ്ടടാ. ഇവിടെ തൊട്ടപ്പുറത്തെ ബെഡിലേ ഒരു പെങ്കൊച്ചുണ്ട്. അതിന് പെട്ടെന്ന് പെയിൻ വന്നു. കൂടെ ആണേലും ആരും ഉണ്ടായില്ല. ഞാനൊന്ന് കൂടെ പോയി. ഇത്തിരി തിരക്കായി പോയടാ, അതാ വിളിക്കാൻ പറ്റാഞ്ഞേ. അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലടാ, കഴിച്ചില്ലടാ. ഇതേ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, കഴിക്കണം. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു, വിക്കിക്കും കൊടുത്തു. അമ്മ എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടോ, മരുന്നൊക്കെ ഉള്ളതല്ലേ. ഞാനില്ലാത്തോണ്ട് ശല്യമൊന്നും ഇല്ലാതെ സുഖ വഴിയായല്ലേ? അമ്മ വേഗം വരാൻ നോക്കട്ടോ. ഞാൻ വെക്കുക. മിക്കവാറും നാളെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആവൂടാ. ഓക്കെ. ആടാ, ശരി. വിക്കിയെ കണ്ടായിരുന്നോടാ? ഞാനിപ്പോ ഫുഡ് കൊടുത്തോളൂ. അപ്പുറത്തോട്ട് അങ്ങോട്ടോ പോയി തോന്നണം. നീ ഭക്ഷണം കൊടുക്കാനോ? എന്തു പറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, വന്നാ കഴിക്കാം. ഹേയ് വേണ്ട, കഴിച്ച. ഓ, നിർബന്ധിക്കുന്നൊന്നുമില്ല. അല്ല, വേണ്ടാത്തോണ്ടാ. ആന്റി വിളിച്ചായിരുന്നോടാ? വിളിച്ചായിരുന്നു. മിക്കവാറും നാളെ ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞേ. ആ, അല്ല എങ്ങനെയുണ്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നിന്നിട്ട്? സത്യം പറഞ്ഞ മടുപ്പാ. അമ്മ വീട്ടിലില്ലാത്തോണ്ട് വീട്ടിലേക്ക് വരാനേ തോന്നുന്നില്ല. അമ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് 2 റൗണ്ട് വഴക്ക് കഴിഞ്ഞാൽ. ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര മിസ്സിങ്. അതങ്ങനാടാ, നമുക്കൊരാളുടെ വാല്യൂ മനസ്സിലാവണമെങ്കിൽ അവർ നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ മനസ്സിലാവും
അയാൾ നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സത്യം പറഞ്ഞ ആൻറ്റിയോടുണ്ടെങ്കിൽ എനിക്ക് അലാറം വെക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് 7 മണിയാകുമ്പോൾ നിന്റെ വാതിലിൻ്റെ അടുത്തുള്ള മുട്ടും വിളിയും കേട്ട ഞാൻ എണീക്കണേ. ആ ഡിസ്ചാർജ് ആയിടാ. വേണു ബില്ലടയ്ക്കാൻ പോയേക്കുവാ. ഞാൻ സെന്നിനെ വീട്ടിലാക്കിട്ട് വന്നേക്കേട്ടോ. അല്ല അമ്മൊരു പണി ചെയ്യ്. ഇനിയിപ്പോ ബസ് കയറി വരാൻ നിൽക്കണ്ട, ഞാൻ അമ്മേനെ പിക്ക് ചെയ്യാൻ വരാം. ഏയ് അത് കുഴപ്പമൊന്നുമില്ലെന്നേ, ഞാൻ വന്നോളാം. നീ വെറുതെ ബുദ്ധിമുട്ടുണ്ട്. ഇല്ലമ്മ പറയുന്നേക്ക്, ഞാൻ അവിടേക്ക് വരാം. ചേട്ടോ ആരിത്? അമ്മയുടെ വിക്കിക്കുട്ടനാണോ? അമ്മയുടെ ചുന്ദരനാണോ? ഓ, അമ്മയുടെ മുത്തുക്കുട്ടനെവിടെ? അമ്മയുടെ വിക്കിക്കുട്ടനെവിടെ? ചുന്ദരനാണേ, ചുന്ദരനാണേ. ഇപ്പം മിസ്സിംഗ് ഒക്കെ മാറി കിട്ടിയില്ലേ? താൻ പറഞ്ഞത് ശരിയാട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കൊരാളുടെ വില മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ അടുത്ത് കുറച്ച് ദിവസം മാറിയേക്കണം. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ അമ്മയുടെ അടുത്തേക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതിൻ്റെ കാരണങ്ങളെല്ലാം ഭയങ്കര സില്ലിയാണ്, എനിക്കറിയില്ല. പക്ഷെ 3 ദിവസം അമ്മ കൂടില്ലാണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ വീടും അമ്മയില്ലാണ്ട് ഇൻകംപ്ലീറ്റ് ആണ്. പിന്നെ ഞാൻ പലപ്പോഴും അമ്മേനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അമ്മേനെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ. ആ വീടായിരുന്നു നമ്മുടെ ലോകം. അത് വിട്ട് ഇതുവരെ അമ്മ ഇങ്ങോട്ട് പോയിട്ടുമില്ല, ഞാൻ കൊണ്ടുപോയിട്ടുമില്ല. പക്ഷെ ഇന്നത് ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ശരിക്കുള്ള സന്തോഷം എന്താണ്. ആദ്യേ സമയം 8 മണിയായിട്ടോ. നീ എഴുന്നേക്കുന്നുണ്ടോ? ഈ എടാ ചെറുക്ക, ഇനി ഞാൻ വിളിക്കില്ല കേട്ടോ. നിനക്ക് നേരത്തെ കാലത്തെ ഓഫീസിൽ പോകണ്ടേടാ. എന്തൊരു ചെറുക്കനാ ഇത്. ഉറങ്ങിക്കോട്ടാ നീ.